ചുട്ടെടുക്കുന്ന പലഹാരങ്ങളിലും നെയ്യിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മൃഗക്കൊഴുപ്പ് വ്യാപകമായി ചേർക്കുകയാണ്. അറവുമാലിന്യം ഉരുക്കിയെടുത്താണ് ദുർഗന്ധം വമിക്കുന്ന മൃഗക്കൊഴുപ്പ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നത്. മൃഗക്കൊഴുപ്പ് രഹസ്യമായി ഉണ്ടാക്കി വിൽക്കുന്നതിനായി പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കൊല്ലം ചവറപ്പാലത്തിനടിയിലുള്ള ഈ കേന്ദ്രത്തിലാണ് മൃഗക്കൊഴുപ്പുണ്ടാക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും അതിരാവിലെ തന്നെ ഇറച്ചി മാലിന്യം വാഹനങ്ങളിലെത്തിക്കും. സമീപത്തുള്ള ജലാശയത്തിൽ ഇവ കൂട്ടിയിട്ട് കഴുകും. അസഹനീയമായ ദുർഗന്ധം. ഇറച്ചി മാലിന്യം തിളപ്പിച്ച് ഉരുക്കുന്നതിനായുള്ള വലിയ പാത്രങ്ങളും മറ്റും ഈ കേന്ദ്രത്തിനകത്തുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന മൃഗക്കൊഴുപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ ഞങ്ങൾ ഈ സ്ഥലം നിരീക്ഷിച്ചു. നടത്തിപ്പുകാരനെ ഞങ്ങൾ പിന്തുടർന്നു. മൃഗക്കൊഴുപ്പെത്തിയത് കൊല്ലത്തെ 2 പ്രധാനപ്പെട്ട ബേക്കറികളിൽ. ഒരു കൂസലുമില്ലാതെ ബേക്കറി ഉടമ ഈ മൃഗക്കൊഴുപ്പ് വാങ്ങിവയ്ക്കുന്നു. നിലവാരം കുറഞ്ഞ ചില അലക്കു സോപ്പുകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നെയ്യും ഡാൽഡയും ചേർത്തുണ്ടാക്കുന്ന പപ്സ് പോലെ ചുട്ടെടുക്കുന്ന പലഹാരം വിലക്കുറച്ച് വിൽക്കുന്നതിനായാണ് ചില ബേക്കറികൾ ഈ കൃത്രിമം കാണിക്കുന്നത്. കൊള്ള ലാഭമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. ബേക്കറിക്കാരാണെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ ഞങ്ങൾക്കും കിട്ടി 15 കിലോ മൃഗക്കൊഴുപ്പ്. മൃഗക്കൊഴുപ്പ് കച്ചവടം ചെയ്യുന്നയാൾ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് ഞങ്ങളെത്തി. ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല. വന്നയുടനെ സംഗതി വിശദമായി കാണിച്ചു തന്നു. രൂക്ഷഗന്ധമുള്ള മൃഗക്കൊഴുപ്പ്. നമുക്ക് നമ്മൾ ഈ പപ്സിലും പിന്നെ അതുപോലെ തന്നെ ഇതാണ് ചേർക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ വേറെ ബേക്കറി സാധനങ്ങൾ? വേറെ പാർട്ടികളൊന്നും എടുക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കുഴപ്പമില്ലല്ലോ. ഉരുക്കിയാണ് എടുക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി മൃഗക്കൊഴുപ്പ് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറി. ഈ മൃഗക്കൊഴുപ്പ് ഭക്ഷണത്തിൽ കലർത്തിയാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം കേൾക്കാം. ആനിമൽ ഫാറ്റ് ആസ് സച്ച് നമ്മുടെ ഡെയിലി യൂസിന് നല്ലതല്ല. ഡയറിയ, ലൂസ് മോഷൻ അങ്ങനെയുള്ള സാധനം. പിന്നെ അത് ഹീറ്റ് ചെയ്ത് വേറെ ഫുഡ് പ്രോഡക്ട്സിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതുമൂലമുള്ള ഹെൽത്ത് ഹസാർഡ്സ് ലൈക്ക് ക്യാൻസർ, ഒബീസിറ്റി. നാട്ടിലുള്ള എല്ലാ ബേക്കറിക്കാരും ഇത്തരത്തിലുള്ള മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ചിലരെങ്കിലും കൊള്ള ലാഭത്തിനായി മനുഷ്യജീവൻ വെച്ച് പന്താടുന്നു. കൊല്ലത്ത് നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.